ഹായ് ഹലോ നമസ്കാരം, ഇറ്റ്സ് മീ അമ്മു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയും ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഇന്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നേഴ്സുമാർക്ക് ന്യൂസിലാൻഡിൽ വരാൻ ഇനി എന്തൊക്കെ കടമ്പകൾ കടക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത് കോമ്പീറ്റന്റ് അസസ്മെന്റ് പ്രോഗ്രാം ആയിരുന്നു, ക്യാപ്പ്. അപ്പം അതിൽ നിന്നും ഇപ്പോഴും കോമ്പീറ്റന്റ് അസസ്മെന്റ് പ്രോഗ്രാം തന്നെയാണ്, പക്ഷേ അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾക്ക് നഴ്സിംഗ് കൗൺസിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി. അതെന്താണ് ആ വ്യത്യാസം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പൊ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പൊ നമ്മുടെ പണ്ടത്തെ ക്യാപ് പ്രോഗ്രാം അതിപ്പോഴും ചെയ്യാൻ കുറച്ച് പേര് എലിജിബിൾ ആണ്. അത് ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ December 4, 2023 മുന്നേ നഴ്സിംഗ് കൗൺസിലിലോട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്കും ഡിസിഷൻ ലെറ്റർ കിട്ടിയവർക്കുള്ളവർക്കും നമുക്ക് ഇപ്പോഴും പഴയ ക്യാപ് പ്രോഗ്രാം തന്നെയാണ്. പുതുതായിട്ട് അതിനുശേഷം അപ്ലൈ ചെയ്തവരും ഡിസിഷൻ ലെറ്റർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കുമാണ് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള ആ ഒരു വ്യത്യാസത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇപ്പോഴും കോമ്പീറ്റന്റ് അസസ്മെന്റ് പ്രോഗ്രാം തന്നെയാണ്. അതിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ചേഞ്ചസ് എന്ന് പറയുന്നത് അവരൊരു തിയറട്ടിക്കൽ എക്സാമിനേഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ തിയറട്ടിക്കൽ എക്സാമിനേഷൻ നമ്മൾ ന്യൂസിലാൻഡിൽ വന്ന് അറ്റൻഡ് ചെയ്യണം എന്നില്ല. അക്രഡിറ്റഡ് ആയിട്ടുള്ള സെന്റേഴ്സ് ഓവർസീസിലും ന്യൂസിലാൻഡിലും ഉണ്ടാവും. അവരതിന്റെ ലിസ്റ്റ് പറയുന്നതേ ഉള്ളൂ. അവിടെ ചെന്ന് നമുക്ക് ഈ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ എക്സാം ഏകദേശം അവര് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് June 1, 2024 മുതൽ സ്റ്റാർട്ട് ചെയ്യാനാണ് അവരുടെ പ്ലാൻ. അതാണ് അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ എക്സാമിനേഷന് 2 പാർട്ടാണുള്ളത്, പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എ എന്ന് പറയുന്നത് മെഡിക്കേഷൻ സേഫ്റ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻസും പാർട്ട് ബി എന്ന് പറയുന്നത് നഴ്സിംഗ് നോളജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ആയിരിക്കും. ഈ പാർട്ട് എ ആൻഡ് പാർട്ട് ബി ഇതിൽ രണ്ടിലും കൂടി മുഴുവനായിട്ട് 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഈ 120 ക്വസ്റ്റ്യൻസ് നിങ്ങൾ 3 hours അറ്റൻഡ് ചെയ്യണം. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ പാർട്ട് എയിലും പാർട്ട് ബിയിലും ഉണ്ടാവുക. പാർട്ട് എയും പാർട്ട് ബിയും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ 3 സിറ്റിംഗ് ആണ് അവർ പറയുന്നത്. ഒരു സിറ്റിംഗിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ 2 സിറ്റിംഗും കൂടി അവർ തരും. ഇപ്പൊ പാർട്ട് എ നിങ്ങൾ പാസ്സായി, പാർട്ട് ബി ആണ് ഫെയിൽ ആയതെങ്കിൽ പിന്നെ പാർട്ട് എ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല, പാർട്ട് ബി മാത്രം അറ്റൻഡ് ചെയ്താൽ മതിയാവും. അപ്പൊ നിങ്ങൾക്ക് 3 തവണ അവര് ചോയ്സ് തരുന്നുണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് തിയറട്ടിക്കൽ എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്. ഇനി ഈ ക്യാപ്പിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഒബ്ജക്റ്റീവ് സ്ട്രക്ചർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ, ഓസ്കി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇതിന് മുന്നത്തെ എല്ലാ വീഡിയോകളും അപ്ഡേറ്റിലും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് ഈ ഒരു പാർട്ടാണ്, ഓസ്കി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പുതുതായിട്ട് കൊണ്ടുവന്ന ഇവരുടെ രണ്ടാമത്തെ അപ്ഡേറ്റ്. ഈ ഓസ്കി നിങ്ങൾക്ക് ന്യൂസിലാൻഡിൽ വന്ന് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് മുന്നേ നിങ്ങൾ ആ തിയറട്ടിക്കൽ എക്സാമിനേഷൻ പാസ് ആവണം. അത് നാട്ടിലോ ന്യൂസിലാൻഡിലോ ഇരുന്ന് ചെയ്യാം. ഓസ്കി നിങ്ങൾ ന്യൂസിലാൻഡിൽ വന്നിട്ടാണ് അത് അറ്റൻഡ് ചെയ്യുന്നത്. അത് അറ്റൻഡ് ചെയ്യുന്നത് ക്രൈസ്റ്റ് ചർച്ചിലുള്ള ഇവരുടെ നഴ്സിംഗ് കൗൺസിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സിമുലേഷൻ സെന്ററിൽ വെച്ചിട്ടായിരിക്കും. 2 ദിവസത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ ഒന്നും അറിയാതെ ആയിരിക്കില്ല നിങ്ങൾ ഓസ്കി അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു ഓറിയന്റേഷൻ തന്ന് എന്നിട്ടായിരിക്കും ഫോളോഡ് ബൈ നിങ്ങൾ ഓസ്കി പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഓസ്കി എന്ന് പറയുന്നത് ന്യൂസിലാൻഡിലോട്ട് വരുന്നവർക്ക് ഒരു പുതുതായിട്ട് വരുന്ന ഒരു അപ്ഡേറ്റ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്ങനെയാണ് ഓസ്കി എന്ന് ജസ്റ്റ് ഒരു നോളജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ UK ഓസ്കി ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. കാരണം ഞാൻ വന്നപ്പം എനിക്ക് ആ സമയത്ത് ഞങ്ങൾക്ക് ഓസ്കി ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഒരു സിനാരിയോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പക്ഷെ നമുക്ക് ഇങ്ങനെ ഓറിയന്റേഷൻ ഒന്നും അതിനെക്കുറിച്ച് കിട്ടിയില്ല. അത് അന്ന് ആ കോളേജുകാർ മാത്രം ചെയ്തൊരു കാര്യം കേട്ടോ. അപ്പൊ ഞാൻ ഈ UK സിനാരിയോ നോക്കിയിട്ടാണ് അന്ന് അറ്റൻഡ് ചെയ്തത്. അപ്പൊ നടക്കാനിരിക്കുന്ന ഓസ്കി 10 സിനാരിയോ ആയിരിക്കും ഉണ്ടാവുക. ആ 10 സിനാരിയോ നിങ്ങൾ 120 മിനിറ്റ്സിനുള്ളിൽ 2 മണിക്കൂറിനുള്ളിൽ ആ 10 സിനാരിയോ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഒരു സിനാരിയോയ്ക്ക് 12 മിനിറ്റ് ആണ് അവർ പറയുന്നത്. ആദ്യത്തെ 2 മിനിറ്റ് നിങ്ങൾക്ക് ആ സിനാരിയോ വായിച്ച് മനസ്സിലാക്കാനും 8 മിനിറ്റ് അത് നിങ്ങൾ പെർഫോം ചെയ്യാനും 2 മിനിറ്റ് അടുത്ത സ്റ്റേഷനിലോട്ട് പോകാനും. അപ്പൊ ഒരു സ്റ്റേഷനിൽ ഒരു സിനാരിയോ, അടുത്ത സ്റ്റേഷനിൽ അടുത്ത സിനാരിയോ, അങ്ങനെ 10 സിനാരിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഈ ഓസ്കി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒരു ഇന്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസിന്റെ നഴ്സിംഗ് നോളേജ്, കമ്മ്യൂണിക്കേഷൻ, ന്യൂസിലാൻഡിൽ വന്ന് നിങ്ങൾ എങ്ങനെയായിരിക്കും സേഫ് ആയിട്ട് ഹെൽത്ത് പ്രാക്ടീസ് ചെയ്യുക, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഓസ്കി അവർ നടത്തുന്നത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഓസ്കി നടക്കുന്നത് ക്രൈസ്റ്റ് ചർച്ചിലുള്ള ഒരു സിമുലേഷൻ സെന്ററിലായിരിക്കും. നിങ്ങൾക്ക് 2 ദിവസം പ്രയർ അതിന്റെ ഓറിയന്റേഷനും ഉണ്ടാവും. അപ്പൊ ഈ ഓസ്കി നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയില്ല, ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 തവണയും കൂടി അവർ റീസീറ്റിനുള്ള അവസരം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ തിയറട്ടിക്കൽ എക്സാമിനേഷൻ പാർട്ട് എ പാർട്ട് ബി അത് നാട്ടിൽ നിന്നോ ന്യൂസിലാൻഡിൽ നിന്നോ പാസ്സായ ശേഷം
ന്യൂസിലാൻഡിൽ വന്ന് ഓസ്കി അറ്റൻഡ് ചെയ്യുക. ഓസ്കി 10 സിനാരിയോ 2 മണിക്കൂറിനുള്ളിൽ, ഒരു സിനാരിയോ 12 മിനിറ്റ് ആയിരിക്കും ഉണ്ടാവുക. തിയറട്ടിക്കൽ എക്സാമിനേഷനും 2 റീസിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഓസ്കിക്കും 2 റീസിറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഏകദേശം കോമ്പറ്റന്റ് അസസ്മെന്റ് പ്രോഗ്രാമിൽ പുതിയ വന്ന മാറ്റം എന്താന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഈ പ്രോഗ്രാമിന് മുന്നേ വരെയുള്ള കാര്യങ്ങൾക്ക് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ CGFNS ത്രൂ തന്നെ നമ്മുടെ വെരിഫിക്കേഷൻസ് കഴിഞ്ഞ് നഴ്സിംഗ് കൗൺസിലിൽ പോയി അപ്രൂവൽ കിട്ടി, നമുക്ക് DL കിട്ടി, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്രിമിനൽ ചെക്ക്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വരുന്ന കാര്യങ്ങൾക്കാണ് ഇപ്പൊ നഴ്സിംഗ് കൗൺസിലിൽ മാറ്റം കൊണ്ടുവന്നത്. അപ്പൊ ഇനി ഞാൻ ഫീസിന്റെ കാര്യങ്ങൾ പറയാം. മുന്നേ, അതായത് ഞാനൊക്കെ ചെയ്ത സമയത്തുള്ള ക്യാപ്പിന്റെ ഫീസ് എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ട് ആയിരുന്നു. അത്രയും ഇല്ല. അത് തന്നെ ഒരു വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആദ്യത്തെ തിയറട്ടിക്കൽ എക്സാമിനേഷന് പാർട്ട് A ആൻഡ് പാർട്ട് B രണ്ടിനും കൂടി ഒരുമിച്ച് $140 ആണ്. ന്യൂസിലാൻഡ് $140 ആണ് എക്സാമിനേഷൻ ഫീ. അതിൽ മെഡിക്കേഷൻ സേഫ്റ്റിക്ക് $32, നഴ്സിംഗ് നോളേജിന് $108 ആണ്. അതെന്താ രണ്ടായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇനി ഒരു റീസിറ്റ് ചെയ്യണമെങ്കിൽ പാർട്ട് എയുടെ ഫീസ് മാത്രം അടച്ചാൽ മതി, പാർട്ട് A ആണെങ്കിൽ. അപ്പൊ ഇതാണ് ആദ്യത്തെ തിയറട്ടിക്കൽ എക്സാമിനേഷന്റെ ഫീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓറിയന്റേഷൻ, അതായത് ഓസ്കിയുടെ സമയത്തുള്ള ഓറിയന്റേഷൻ ആൻഡ് പ്രിപ്പറേഷൻ കോഴ്സ്, 2 ദിവസത്തെ ആ കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് $500 ആണ്. $500 എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഏകദേശം 25,000 രൂപ വരും. $100 5,000 രൂപ. ആ ഏകദേശം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും. പിന്നെ ഓസ്കി എക്സാമിനേഷൻ, ആ ഓസ്കിയുടെ ഫീസ് എന്ന് പറയുന്നത് $3000 ന്യൂസിലാൻഡ് ഡോളർ ആണ്, ഏകദേശം 1.5 ലക്ഷം രൂപ. നിങ്ങൾക്കത് റീസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും $3000 തന്നെയാണ്. അപ്പോൾ ഏകദേശം മൊത്തം നിങ്ങൾക്ക് ഈ തിയറട്ടിക്കൽ മുതൽ ഇങ്ങോട്ടേക്ക് പോരാൻ, അത് അറ്റൻഡ് ചെയ്ത് പോരാൻ ഏകദേശം 2 ലക്ഷം രൂപയിൽ താഴെ വരുന്നുള്ളൂ. അപ്പൊ പ്രീവിയസ് ക്യാപ്പിന്റെ ഫീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം പകുതിയിലും താഴെയാണ് ഇപ്പൊ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്യാപ്പില് ഓസ്കി തിയറട്ടിക്കൽ എക്സാം രണ്ടിലും കൂടി വന്നിരിക്കുന്ന ഫീസിന്റെ അളവ്. അത് നല്ലൊരു കാര്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് പുതുതായിട്ടുള്ള ക്യാപ്പിന്റെ ഫീസാണ്, ഐ മീൻ ഓസ്കി ആൻഡ് തിയറട്ടിക്കൽ എക്സാമിനേഷന്റെ. അതിന് മുന്നേ നമുക്കറിയാം CGFNSന്റെ പ്രോസസ്സിംഗിലും നമുക്ക് ഫീസ് ഉണ്ട്. അത് $300 ആണ് CGFNSന്റെ ഫീസ് വരുന്നത്. പിന്നെ നഴ്സിംഗ് കൗൺസിലിൽ നമ്മൾ വരുന്നത് $485 ന്യൂസിലാൻഡ് ഡോളർ. അതിനുശേഷം നമ്മൾ ഇന്റർനാഷണൽ ക്രിമിനൽ ചെക്ക് ഉണ്ട്, അതിന് $159 ഓസ്ട്രേലിയൻ ഡോളർ ആണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ന്യൂസിലാൻഡിൽ 6 മാസത്തിൽ കൂടുതൽ ജീവിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ ന്യൂസിലാൻഡ് മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അല്ല, നിങ്ങൾ പുറത്ത് ഓവർസീസിൽ നിന്ന് വരുന്ന ഒരു നേഴ്സ് ആണെങ്കിൽ ഫിറ്റ് ടു വർക്ക്, അത് ന്യൂസിലാൻഡ് അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു സൈറ്റാണ് ഫിറ്റ് ടു വർക്ക്. അവിടെ ആ സൈറ്റിൽ കയറിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇന്റർനാഷണൽ ക്രിമിനൽ ചെക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഈ ക്യാപ്പിന് മുന്നേ നമുക്ക് ചെയ്യേണ്ടത്. രജിസ്ട്രേഷന് മുന്നേ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കേണ്ട ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്, വെൽക്കം ടു ഔട്ടിറോവ ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞിട്ട്. അത് ഈ നഴ്സിംഗ് കൗൺസിലിന്റെ സൈറ്റിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ നഴ്സിംഗ് കൗൺസിലിൽ നിന്നുള്ള മെയിലിൽ വരുമ്പോൾ, അതായത് CGFNSന്റെ പ്രോസസ്സിംഗ് കഴിഞ്ഞ് നിങ്ങൾ നഴ്സിംഗ് കൗൺസിലിലോട്ട് അത് അപ്ലൈ ചെയ്യുമ്പോൾ അവർ തരുന്ന ഒരു മെയിലിൽ ഉണ്ടാവും. അത് അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ. അത് വേറൊന്നുമല്ല, അതിന് ന്യൂസിലാൻഡിന്റെ കൾച്ചർ, ബിലീഫ്, വാല്യൂസ് അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. അപ്പൊ അത് ഓൺലൈനായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ കൾച്ചർ എന്താ, ഇവിടുത്തെ വിശ്വാസങ്ങൾ എന്താന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നഴ്സിംഗ് കൗൺസിൽ വരുത്തിയ ഈ പുതിയ ചേഞ്ചസ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഗുണം ഫീസ് നേരെ പകുതിയിൽ താഴെ വന്നു. രണ്ടാമത്തെ കാര്യം ടൈം ഫ്രെയിം. നമ്മൾ 4 ആഴ്ച ഇവിടെ വന്ന് 4-5 ആഴ്ച ക്യാപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇവിടെ വന്ന് ഓസ്കി ചെയ്യേണ്ട ഒരു 3 ദിവസത്തെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം അത് വലിയൊരു കാര്യമാണ് ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. ഈ 2 ചേഞ്ചസ് ആണ്. ഈ ചേഞ്ചസ് കൊണ്ട് വന്ന 2 ഗുണങ്ങൾ ഈ രണ്ടാണ്. പിന്നെ അതുപോലെ എത്ര ടൈം ഫ്രെയിം എടുക്കും ഇതിനൊന്ന്, അതായത് നമുക്കിങ്ങനെ ഓസ്കി അറ്റൻഡ് ചെയ്യാനും ഇതിനുള്ള ടൈം ഫ്രെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് അത്യാവശ്യം നല്ലൊരു ടൈം ഫ്രെയിം എടുക്കും. കാരണം അവർക്ക് ഹൈ വോളിയം ഓഫ് ആപ്ലിക്കേഷൻ ആണ് നഴ്സിംഗ് കൗൺസിലോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കാലയളവ് എടുക്കും ഇതെല്ലാം ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിന്റെ സൈറ്റിൽ നിന്നും ഡയറക്റ്റ് നോക്കി എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ അടുത്ത് പറയാം, നമ്മളത് കറക്റ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നഴ്സിംഗ് കൗൺസിലിന്റെ സൈറ്റിലുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറി നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ പുതിയ ക്യാപ്പിന്റെ അപ്ഡേറ്റിനെ കുറിച്ചായിരുന്നു ഇന്നത്തെ വീഡിയോ. എക്സാമിനേഷനെ കുറിച്ചും തിയറട്ടിക്കൽ എക്സാമിനേഷനെ കുറിച്ചും ഓസ്കിയും അതിന്റെ ഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഫർദർ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക.
നമ്മൾ അത് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.